ബാക്ക്. ഇന്നത്തെ ലെസൺ പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. പ്രിപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആർക്കും തലവേദന ഉണ്ടാക്കുന്ന കക്ഷികളാണ് ഇവർ. പക്ഷെ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിയായി ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല. കോമൺ ആയ ഇംഗ്ലീഷ് പ്രിപ്പോസിഷൻസ് എല്ലാത്തിൻ്റെയും കറക്റ്റ് യൂസ് ഈ വീഡിയോയിൽ വളരെ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ അല്പം ലെങ്തിയാണ്, പക്ഷെ മുഴുവൻ കാണുകയാണെങ്കിൽ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. ഒരു പ്രവൃത്തി എപ്പോൾ തുടങ്ങി, എത്ര നേരമായി തുടരുന്നു, ഇതെല്ലാം സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഫോറും സിൻസും. ഇത് രണ്ടും തമ്മിൽ യൂസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഫോർ എപ്പോഴും നമ്മൾ ഡ്യൂറേഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫോറിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു പീരിയഡ് ഓഫ് ടൈം ആണ് പറയുക. നമുക്ക് എങ്ങനെ പറയാം? ഫോർ 2 hours എന്ന് പറയാം, ഫോർ 2 weeks എന്ന് പറയാം, ഫോർ 6 months എന്ന് പറയാം. ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എപ്പോൾ തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതായത് സിൻസ് ജാനുവരി, സിൻസ് യെസ്റ്റർഡേ, സിൻസ് ലാസ്റ്റ് വീക്ക്, അങ്ങനെയെല്ലാമാണ് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ 2 മണിക്കൂറായി കാത്തു നിൽക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണ് 2 മണിക്കൂർ എന്നുള്ള മീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഫോർ 2 hours എന്നാണ്. അപ്പൊ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. ഇവിടെ നമ്മൾ ഹാവ് ബീൻ വെയിറ്റിംഗ് ഉപയോഗിക്കാൻ കാരണം ഈ പ്രവൃത്തി 2 മണിക്കൂർ മുമ്പ്, അതായത് പാസ്റ്റിൽ തുടങ്ങിയതാണ്. ഇപ്പൊ ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ഇനി ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. ആ ഒരു മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. എന്നാൽ സിൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ മുതൽ, രാവിലെ മുതൽ, കഴിഞ്ഞയാഴ്ച മുതൽ, കഴിഞ്ഞ വർഷം മുതൽ, ആ ഒരു മുതൽ എന്നുള്ള മീനിങ്ങിനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുകയാണ്. ഷീ ഹാസ് ബീൻ സ്റ്റേയിങ് വിത്ത് us ഫോർ 6 months. 6 മാസമായി. ഫോർ 6 months എന്ന് പറയുമ്പോൾ 6 മാസമായി. 6 മാസമായി അവൾ ഞങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. ഷീ ഹാസ് ബീൻ സ്റ്റേയിങ് വിത്ത് us സിൻസ് ജാനുവരി. ജാനുവരി മുതൽ അവൾ ഞങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. അപ്പോൾ ഇനി ഈ 2 പ്രിപ്പോസിഷൻസും തെറ്റിക്കരുത്. ഫോറിന് ശേഷം എപ്പോഴും ഒരു പീരിയഡ് ഓഫ് ടൈം ഉപയോഗിക്കുക. സിൻസിന് ശേഷം എപ്പോഴാണ് ആ ആക്ഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ തുടങ്ങിയത് സൂചിപ്പിക്കുന്ന ഒരു വാക്ക്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 പ്രിപ്പോസിഷൻസ് ആണ് ഫോറും ഡ്യൂറിങ്ങും. ഫോർ പറയുന്നത് എത്ര നേരമായി ഒരു പ്രവൃത്തി തുടരുന്നതാണ്. ഡ്യൂറിങ് പറയുന്നത് എപ്പോഴാണ് ആ പ്രവൃത്തി സംഭവിച്ചതാണ്. അതായത് ഡ്യൂറിങ് വെൻ എന്ന് പറയുന്ന കൺജങ്ഷന് സിമിലർ ആയ ഒരു യൂസ് ആണ് ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉള്ളത്. അപ്പൊ ഫോറിന് ശേഷം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പീരിയഡ് ഓഫ് ടൈം ആണ് ഉപയോഗിക്കുക. ഫോർ 6 months, ഫോർ 2 days, അങ്ങനെയെല്ലാം നമുക്ക് പറയാം. ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്കൂ, ഞാൻ 2 മണിക്കൂർ TV കണ്ടു, അതിനുശേഷം ഞാൻ ഉറങ്ങാൻ പോയി എന്നാണ് പറയേണ്ടത്. അപ്പൊ 2 മണിക്കൂർ TV കണ്ടു എന്നുള്ളതിന് ഐ വാച്ച്ഡ് TV ഫോർ 2 hours. 2 മണിക്കൂറോളം, 2 മണിക്കൂർ ഞാൻ TV കണ്ടു, അതിനുശേഷം ഞാൻ ഉറങ്ങാൻ പോയി. ആൻഡ് ദെൻ ഐ വെന്റ് ടു ബെഡ്. അപ്പൊ ഇവിടെ 2 മണിക്കൂർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഫോർ 2 hours എന്ന് ഉപയോഗിച്ചു. ഇനി ഡ്യൂറിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, ഡ്യൂറിംഗ് സൂചിപ്പിക്കുന്നത് സമയമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഐ വാസ് ഇൽ ഡ്യൂറിംഗ് വിന്റർ. അപ്പൊ തണുപ്പ് കാലത്ത് ഞാൻ അസുഖബാധിതനായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വാസ് ഇൽ ഡ്യൂറിംഗ് വിന്റർ. എപ്പോൾ എന്നാണ് ഇവിടെ ഡ്യൂറിംഗ് സൂചിപ്പിക്കുന്നത്, എപ്പോഴാണ് അസുഖം ഉണ്ടായിരുന്നത്. ഐ വാസ് ഇൽ ഫോർ 2 weeks. പക്ഷേ ഈ അടുത്ത സെന്റൻസിൽ നോക്കൂ, എനിക്ക് 2 ആഴ്ച അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞു. 2 ആഴ്ച ഞാൻ അസുഖം ബാധിച്ച് കിടപ്പായിരുന്നു. ഐ വാസ് ഇൽ ഫോർ 2 weeks. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് എനിക്ക് അസുഖം ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഐ ഫെൽ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി. സിനിമയ്ക്കിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. എപ്പോൾ, അതാണ് പറയുന്നത്. ഐ വാസ് അസ്ലീപ് ഫോർ ഹാഫ് ആൻ അവർ. ഞാൻ അരമണിക്കൂറോളം ഉറങ്ങി. എത്ര സമയം ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നീണ്ടു നിന്നു അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ നമ്മൾ ഫോർ ഉപയോഗിക്കും. എപ്പോഴാണ് സംഭവിച്ചതെന്ന് പറയാൻ നമ്മൾ ഡ്യൂറിംഗ് ഉപയോഗിക്കും. കൂടുതൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ വാസ് ഇൻ ചെന്നൈ ഫോർ 2 months. ഞാൻ ചെന്നൈയിൽ 2 മാസത്തോളം ഉണ്ടായിരുന്നു. 2 മാസം ഞാൻ ചെന്നൈയിൽ ഉണ്ടായിരുന്നു. ഐ ഹാഡ് സം സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ് ഡ്യൂറിംഗ് മൈ സ്റ്റേ ഇൻ ചെന്നൈ. ചെന്നൈയിലെ എൻ്റെ താമസക്കാലത്ത് ചില വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് സം സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ് ഡ്യൂറിംഗ് മൈ സ്റ്റേ ഇൻ ചെന്നൈ. ചെന്നൈയിൽ ഞാൻ താമസിക്കുന്ന സമയത്ത്. എപ്പോൾ, അതാണ് ഡ്യൂറിംഗ് പറയുന്നത്. എത്ര സമയം എന്നാണ് ഫോർ സൂചിപ്പിക്കുന്നത്. ബൈ ആൻഡ് അണ്ടിൽ, ഇതും പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 പ്രിപ്പോസിഷൻസ് തന്നെയാണ്. അണ്ടിൽ എന്ന് പറയുമ്പോൾ അതുവരെ, ഏതെങ്കിലും ഒരു പ്രത്യേക സമയം വരെ എന്നർത്ഥം. ബൈ എന്ന് പറയുമ്പോൾ ആ സമയത്തോടെ എന്നർത്ഥം. ബൈ മൺഡേ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയോടെ. ബൈ 10 o'clock എന്ന് പറയുമ്പോൾ 10 മണിയോടെ. 10 മണിയോടെ എന്ന് പറയുമ്പോൾ എന്താണ്? 10 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 10 മണിക്ക്, ഒരിക്കലും 10 മണിക്ക് ശേഷമല്ല. ഇപ്പൊ വെള്ളിയാഴ്ചയോടെ നിങ്ങൾ ജോലി പൂർത്തിയാക്കണം എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, യു ഷുഡ് ഫിനിഷ് ദ ജോബ് ബൈ ഫ്രൈഡേ. ബൈ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയോടെ. അത് ഫ്രൈഡേ ആവാം ജോലി
പൂർത്തിയാവുന്നത് അല്ലെങ്കിൽ ഫ്രൈഡേക്ക് മുമ്പ് ഒരു ദിവസം. ഒരിക്കലും അത് സാറ്റർഡേക്ക്, അതായത് ഫ്രൈഡേക്ക് അപ്പുറത്തേക്ക് പോവാൻ പാടില്ല. ഐ ഹാവ് ടു ബി ഹോം ബൈ 7 o'clock. 7 മണിയോടെ എനിക്ക്, അല്ലെങ്കിൽ 7 മണി ആവുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണമെന്നാണ് പറയുന്നത്. 7 മണിക്ക് എത്തിയാലും കുഴപ്പമില്ല, അതിന് മുമ്പ് എത്തിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും 7 മണിക്ക് അപ്പുറം പോകരുത്. ദേ ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. അവർ ഇപ്പോഴേക്കും, ബൈ നൗ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈ സമയം ആവുമ്പോഴേക്കും എത്തിയിട്ടുണ്ടാവും എന്നാണ് അർത്ഥം. അൺടിൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, വരെ, ഏതെങ്കിലും ഒരു സമയം വരെ, അതാണ് അതിനർത്ഥം. ഐ വർക്ക്ഡ് അണ്ടിൽ 5 o'clock. ഞാൻ 5 മണി വരെ ജോലി ചെയ്തു. ഐ വിൽ വെയിറ്റ് അണ്ടിൽ 10. ഞാൻ 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ആൻഡ് ദെൻ ഐ വിൽ ഗോ ഹോം. ഞാൻ വീട്ടിലേക്ക് പോകും. ഷീ വിൽ ബി എവേ അണ്ടിൽ ട്യൂസ്ഡേ. അവൾ ചൊവ്വാഴ്ച വരെയും ഇവിടെ ഉണ്ടാവില്ല. ചൊവ്വാഴ്ച വരെയും അവൾ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും എന്നർത്ഥം. ചൊവ്വാഴ്ച വരെ എന്ന് പറയുമ്പോൾ അവൾ വരാൻ പോകുന്നത് ചൊവ്വാഴ്ച അവൾ എത്തിച്ചേരും, പക്ഷേ ചൊവ്വാഴ്ച വരെയും, ആ ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അവൾ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഷീ വിൽ ബി ബാക്ക് ബൈ ട്യൂസ്ഡേ. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഷീ വിൽ ബി ബാക്ക് ബൈ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ അവൾ ട്യൂസ്ഡേ വരാം, അല്ലെങ്കിൽ ട്യൂസ്ഡേക്ക് മുന്നേ ഒരു ദിവസം, മൺഡേയോ സൺഡേയോ ഒക്കെ എത്തിച്ചേരാം എന്നാണ്. ഷീ വിൽ ബി എവേ അണ്ടിൽ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടാവും, അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഉണ്ടായിരിക്കാം, പക്ഷെ ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അവൾ ഇവിടെ ഉണ്ടാവില്ല. സൺഡേയും മൺഡേയും ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. ഷീ വിൽ ബി ബാക്ക് ബൈ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ അവൾ ചൊവ്വാഴ്ച വന്നേക്കാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയ്ക്ക് മുന്നേ ഒരു ദിവസം വന്നേക്കാം. എന്തായാലും ചൊവ്വാഴ്ചയ്ക്ക് അപ്പുറം, അതായത് ബുധനാഴ്ചയിലേക്ക് പോവില്ല എന്നാണ്. എബോവ്, ഓവർ, രണ്ടിന്റെയും അർത്ഥം ഒന്നിനു മുകളിൽ നിന്നാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമുക്കിവിടെ ഒട്ടുമിക്ക സിറ്റുവേഷൻസിലും എബോവ് അല്ലെങ്കിൽ ഓവർ ഉപയോഗിക്കാം. ദ ബേർഡ്സ് ഫ്ലൂ എബോവ് ദ ട്രീസ്. മരങ്ങൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ ഓവർ ദ ട്രീസ് എന്ന് പറയാം. മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ രണ്ടും, എബോവ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഓവറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദ ഹെലികോപ്റ്റർ ഹവേർഡ് എബോവ് ദ ബിൽഡിംഗ്, അല്ലെങ്കിൽ ദ ഹെലികോപ്റ്റർ ഹവേർഡ് ഓവർ ദ ബിൽഡിംഗ്. രണ്ടും ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്കിങ്ങനെ എബോവിന് പകരം ഓവറോ ഓവറിന് പകരം എബോവോ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒന്ന് മറ്റൊന്നിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് മറ്റൊന്നിനെ മുകളിൽ അതിന് താഴെയുള്ളതിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിങ്ങിൽ നമ്മൾ ഓവർ ആണ് ഉപയോഗിക്കുക. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞിരിക്കുക എന്ന് കരുതുക. അപ്പൊ വളരെ വിസ്തൃതിയിലാണ് പരന്നു കിടക്കുന്നത് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഓവർ ആണ് ഉപയോഗിക്കുക, എബോ അല്ല ഉപയോഗിക്കുക. ദർ ഈസ് ക്ലൗഡ് ഓവർ മെനി പാർട്സ് ഓഫ് കേരള. കേരളത്തിന്റെ പല ഭാഗങ്ങൾക്കും മുകളിലും ക്ലൗഡ് ഉണ്ട്. ഇത് വളരെ വിസ്തീർണമായ ഒരു സ്ഥലത്ത് പരന്നു കിടക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഓവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വാസ് വിയറിംഗ് എ കോട്ട് ഓവർ ദ ഷർട്ട്. ഷർട്ടിന് മുകളിൽ കോട്ട് ധരിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഷർട്ടിനെ സ്പർശിച്ച് ആ ഷർട്ടിനെ കവർ ചെയ്തിട്ടാണ് ആ കോട്ട് വരുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓവർ ഉപയോഗിക്കുന്നത്. ഇനി ഏജിനെ കുറിച്ച് പറയാൻ, സ്പീഡിനെ കുറിച്ച് പറയാൻ, ഇതിനെല്ലാം നമ്മൾ ഓവറാണ് യൂസ് ചെയ്യുക. യു ഹാവ് ടു ബി ഓവർ 18 ടു വാച്ച് ദാറ്റ് ഫിലിം. 18 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ സിനിമ കാണാൻ സാധിക്കൂ. ഓവർ 18, ഓവർ 50, 50 വയസ്സിന് മുകളിൽ എന്ന് പറയാൻ ഓവർ 50. അതുപോലെ തന്നെ സ്പീഡിനെ കുറിച്ച് പറയാനും നമ്മൾ ഓവറാണ് ഉപയോഗിക്കുക. ഹി വാസ് ഡ്രൈവിംഗ് അറ്റ് ഓവർ 100 miles per hour. അവൻ മണിക്കൂറിൽ 100 മൈലിന് മുകളിൽ സ്പീഡിലാണ് അവൻ ഓടിക്കുന്നുണ്ടായിരുന്നതെന്ന്. ഓവർ 100 miles per hour. എബോവ് 100 miles per hour എന്നല്ല പറയുന്നത്, ഓവറാണ്. നമ്മൾ ഏജിനെ കുറിച്ച് പറയാൻ, അതുപോലെ തന്നെ സ്പീഡിനെ കുറിച്ച് പറയാൻ നമ്മൾ ഓവറാണ് യൂസ് ചെയ്യുന്നത്. ഇനി എബോവ് എപ്പോഴെല്ലാമാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒന്ന് മറ്റൊന്നിന് തൊട്ടു മുകളിലല്ല, ഡയറക്ട്ലി ഓവർ അല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എബോവ് ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ. ദേ ഹാവ് എ നൈസ് ഹൗസ് എബോവ് ദ ലേക്ക്. ഒരിക്കലും ഒരു ലേക്കിന് മുകളിൽ ഒരു വീട് ഉണ്ടാവാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതിന് അർത്ഥം എന്താണ്? ലേക്കിന് മുകളിൽ, എബോവ് ദ ലേക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിനർത്ഥം ആ ലേക്കിന്റെ തീരത്ത് അല്പം ഉയരത്തിലായി അവർക്കൊരു വീടുണ്ട് എന്നാണ്. ദേ ഹാവ് എ നൈസ് ഹൗസ് എബോവ് ദ ലേക്ക്. നമ്മളിവിടെ ഓവർ അല്ല ഉപയോഗിക്കുക. കാരണം ഓവർ ഒന്നിന് തൊട്ടു മുകളിൽ മറ്റൊന്ന് എന്ന അർത്ഥത്തിലാണ് ഓവർ ഉപയോഗിക്കുന്നത്. അതിനെ സ്പർശിച്ചുകൊണ്ടോ അതിനെ കവർ ചെയ്തുകൊണ്ടോ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഓവർ ഉപയോഗിക്കുക. ഒന്നിന് അല്പം മുകളിലായി അല്പം വിട്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എബോവ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇന്റലിജൻസിനെ കുറിച്ച് പറയാൻ, ലുക്സിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ എബോവ് ആവറേജ്, അതൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആണ്. ഷീ ഈസ് എബോവ് ആവറേജ് ഇൻ ഇന്റലിജൻസ്. ഓവർ ആവറേജ് എന്നല്ല നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാൻ, ഹൈറ്റിനെ കുറിച്ച് പറയാനൊക്കെ നമ്മൾ എബോവ് ആണ് ഉപയോഗിക്കുക. ദ ടെമ്പറേച്ചർ നെവർ റോസ് എബോവ് 10 degrees Celsius. 10 degrees Celsius മുകളിലേക്ക് ടെമ്പറേച്ചർ ഉയർന്നതേ ഇല്ലയാണ്. എബോവ് 10 degrees Celsius, ഓവർ 10 degrees Celsius അല്ല. ഇനി എക്രോസ്. എക്രോസ് എന്ന് പറയുമ്പോൾ കുറുകെ, ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്നർത്ഥം. ഡോണ്ട് റൺ എക്രോസ് ദ റോഡ്. റോഡിന് കുറുകെ ഓടരുത്. ദർ ഇസ് എ ബ്രിഡ്ജ് എക്രോസ് ദ റിവർ. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? റിവറിന്റെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് പോകുന്നതാണ് ബ്രിഡ്ജ് അല്ലേ. അപ്പോൾ ദർ ഇസ് എ ബ്രിഡ്ജ് എക്രോസ് ദ റിവർ. നദിക്ക് കുറുകെയായി ഒരു പാലമുണ്ട്. ഹി സ്വാം എക്രോസ് ദ റിവർ. ഇപ്പൊ ഇതിനർത്ഥം എന്താ? അവൻ റിവറിന്റെ ഒരു ഭാഗത്ത് നിന്ന്, ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് നീന്തി എന്നർത്ഥം. കുറുകെ നീന്തി എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ എക്രോസ് ഉപയോഗിക്കുന്നത്. ഓവർ എന്ന് പറയുമ്പോൾ ഉയരം
ഉയരമുള്ള എന്തിൻ്റെയെങ്കിലും അപ്പുറത്തേക്ക്, അതാണ് അതിനർത്ഥം. എക്രോസ് എന്ന് പറയുമ്പോൾ പരന്നു കിടക്കുന്ന എന്തിൻ്റെയെങ്കിലും അപ്പുറത്തേക്ക് എന്നാണ്. റോഡാവാം, റിവർ ആവാം, സ്ട്രീം ആവാം, അങ്ങനെ അത് പരന്നു കിടക്കുന്ന ഒന്നാണ്. ഓവർ നമ്മൾ ഉപയോഗിക്കുക വോൾസ്, ചുമരുകൾ, അതുപോലെ തന്നെ മതില്, ഫെൻസ്, അതിനെയെല്ലാം അപ്പുറത്തേക്ക് കടക്കുന്നതിനാണ് നമ്മൾ ഓവർ പറയുന്നത്. ഹി ജംപ്ഡ് ഓവർ ദ വോൾ, അപ്പോൾ അവൻ ആ ചുവര് ചാടി കടന്ന് അപ്പുറത്തേക്ക് പോയി എന്നർത്ഥം. ഇനി എക്രോസ് ത്രൂ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇന്നും ഓണും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇന്നിനെ കുറിച്ചും ഓണിനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എക്രോസ് എന്ന് പറയുന്ന പരന്ന പ്രതലങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച്, നടന്നു പോകുന്നതിനെ കുറിച്ച്, ഓടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എക്രോസ് ഉപയോഗിക്കുന്നത്. ത്രൂ എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റും, നമ്മളെ ചുറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനുള്ളിലൂടെ നമ്മൾ പോകുന്നതിനെയാണ് നമ്മൾ ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്രോസ് ഓണിന് സിമിലർ ആണ്, ത്രൂ എന്ന് പറയുന്നത് ഇന്നിന് സിമിലർ ആണ്. വി വോക്ക് എക്രോസ് ദ റൈസ് ഫീൽഡ്സ്, ഞങ്ങൾ നെൽപ്പാടങ്ങൾക്ക് കുറുകെ നടന്നു എന്ന്. അപ്പോൾ നെൽപ്പാടങ്ങൾ എന്ന് പറയുമ്പോൾ വിശാലമായി പരന്നു കിടക്കുന്നതായിരിക്കുമല്ലോ, അതിന് കുറുകെ നമ്മൾ നടന്നു പോകുന്നതിനാണ് പറയുന്നത് വി വോക്ക്ഡ് എക്രോസ് ദ റൈസ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ കാട് എന്ന് പറയുമ്പോഴോ, കാട് നമ്മളെ കവർ ചെയ്യുന്നതാണ് അല്ലെ, കാടിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാം വി വോക്ക്ഡ് ത്രൂ ദ വുഡ്. അതുപോലെ തന്നെ വി ഡ്രോവ് ത്രൂ ദ ടണൽ, നമ്മൾ ആ ടണലിനകത്താണ്, ആ ടണൽ നമ്മളെ ചുറ്റുന്നുണ്ട് അല്ലെ, അതുകൊണ്ട് നമ്മൾ പറയാൻ വി ഡ്രോവ് ത്രൂ ദ ടണൽ. പരന്ന ഏതെങ്കിലും സർഫസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എക്രോസ് എന്ന് പറയും. നമുക്ക് നാല് പുറവും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനകത്താണെങ്കിൽ അതിനെക്കുറിച്ച് പോകുന്നതിനാണ് നമ്മൾ ത്രൂ എന്ന് പറയുന്നത്. ഇനി ബിറ്റ്വീൻ, ബിറ്റ്വീൻ എമംഗ്, ഇത് അത്ര വലിയ കൺഫ്യൂഷനും ഇല്ല, സ്കോപ്പൊന്നും ഇവിടെ ഇല്ല. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഒബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ കണ്ടാൽ അറിയാം. The letter B comes between A and C. എക്കും സിക്കും ഇടയിലാണ് ബി എന്ന് പറയുന്ന ലെറ്റർ വരുന്നത്. ഇപ്പോൾ ഇവിടെ എ സി രണ്ട് ലെറ്റേഴ്സിന് ഇടയിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിച്ചു. ഷീ സാറ്റ് ബിറ്റ്വീൻ ഹെർ ഫാദർ ആൻഡ് മദർ. അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അവൾ ഇരുന്നു. ഇപ്പോൾ ഇവിടെയും നമ്മൾ രണ്ട് ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആയ, വളരെ വ്യക്തമായി നിർവചിച്ച രണ്ടിൽ കൂടുതൽ സിംഗുലർ നൗൺസിന്റെ കൂടെയും നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കൂ. ഹി ഡിവൈഡഡ് ദ മണി ബിറ്റ്വീൻ ഹിസ് വൈഫ്, സൺ ആൻഡ് ഡോട്ടർ. ഇവിടെ മൂന്നാളുകളെ ഉണ്ട്, പക്ഷെ മൂന്നുപേരും സിംഗുലർ നൗൺസ് ആണ്. മൂന്നുപേരും ആരൊക്കെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി എമംഗ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എമംഗ് എന്ന് പറയുമ്പോൾ ഇടയിൽ, എത്ര പേരൊന്നുമില്ല, അങ്ങനെ ഒരു ക്രൗഡിനിടയിൽ എന്നുള്ള അർത്ഥത്തിൽ. എത്രയുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല, ആരൊക്കെയാണെന്നും പറയുന്നില്ല. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ടിനെ കുറിച്ചാണ്, രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ, അതിനിടയിൽ എന്നർത്ഥത്തിലാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. എമംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനിടയിൽ. ഷി വാസ് സ്റ്റാൻഡിങ് എമംഗ് ദ ചിൽഡ്രൻ. അവൾ കുട്ടികൾക്കിടയിൽ നിൽക്കുകയായിരുന്നു. എത്ര കുട്ടികളുണ്ടെന്ന് നമുക്കറിയില്ല, ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അവരുടെ ഇടയിൽ എവിടെയോ ആണ് അവൾ നിൽക്കുന്നുണ്ടായിരുന്നത്. ദ മെർച്ചന്റ് ഡിവൈഡഡ് ഹിസ് പ്രോപ്പർട്ടി എമംഗ് ഹിസ് ചിൽഡ്രൻ. ഇയാൾക്ക്, ഈ മെർച്ചന്റിന് എത്ര കുട്ടികളുണ്ടെന്ന് പറയുന്നില്ല, അയാളുടെ മക്കൾക്കിടയിൽ തന്റെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തു, ഷെയർ ചെയ്ത് കൊടുത്തു എന്നർത്ഥം. എത്ര പേരെന്ന് പറയാത്തത് കാരണമാണ് നമ്മളിവിടെ എമംഗ് ഉപയോഗിക്കുന്നത്. ബിലോ ആൻഡ് അണ്ടർ. ബിലോ എന്ന് പറയുമ്പോൾ എബോവ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ്. അണ്ടർ എന്ന് പറയുമ്പോൾ ഓവർ എന്നതിന്റെയും ഓപ്പോസിറ്റ് ആണ്. അത് മനസ്സിലാക്കുക. അപ്പൊ നമുക്കത് ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, ഒന്ന് മറ്റൊന്നിനെ കവർ ചെയ്യുക, സ്പർശിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഓവർ ഉപയോഗിക്കുക എന്ന് പറയില്ലേ, അതേ അർത്ഥത്തിലാണ് അണ്ടർ ഉപയോഗിക്കുന്നത്. താഴെ, ഓവർ എന്ന് പറയുമ്പോൾ മുകളിൽ, അണ്ടർ ആയാലും ബിലോ ആയാലും താഴെ, അടിയിൽ എന്നർത്ഥം. അപ്പൊ ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ബെഡ്. അപ്പൊ പൂച്ചയെ കാണാനില്ല, ആ ബെഡിന് അടിയിൽ, ആ കാണാത്ത തരത്തിൽ ആ ബെഡ് ആ പൂച്ചയ്ക്ക് മുകളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ബെഡ്. ബിലോ ദ ബെഡ് എന്നല്ല ഇവിടെ പറയാം. ദ ഹോൾ സിറ്റി വാസ് അണ്ടർ വാട്ടർ. മുഴുവൻ സിറ്റിയും വെള്ളത്തിനടിയിലായിരുന്നു. ഏജിനെ കുറിച്ച് പറയാൻ ഓവർ ഉപയോഗിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഏജ് കുറവാണെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ അണ്ടർ ആണ് ഉപയോഗിക്കുക. ഇഫ് യു ആർ അണ്ടർ 18, നിനക്ക് 18 വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ, യു കനോട്ട് വാച്ച് ദാറ്റ് ഫിലിം, നിനക്ക് ആ സിനിമ കാണാൻ കഴിയില്ല. യു ഹാവ് ടു ബി ഓവർ 18 ടു വാച്ച് ദാറ്റ് ഫിലിം എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് ഇഫ് യു ആർ അണ്ടർ 18. 18 വയസ്സിന് താഴെയാണെങ്കിൽ നിനക്ക് ആ സിനിമ കാണാൻ സാധിക്കില്ല. ഷീ ഈസ് ബിലോ ആവറേജ് ഇൻ ഇന്റലിജൻസ്. ഇത് എബോവ് ആവറേജിന്റെ ഓപ്പോസിറ്റ് ആണ് ബിലോ ആവറേജ് എന്ന് പറയുന്നത്. ദ ടെമ്പറേച്ചർ ഈസ് ബിലോ 10 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ 10 ഡിഗ്രിക്ക് താഴെയാണ്. എബോവ് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ്. എബോവ് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 10 ഡിഗ്രിക്ക് മുകളിൽ, ബിലോ 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 10 ഡിഗ്രിക്ക് താഴെ. എബോവ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബിലോ വരുന്നത്. അണ്ടർ എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഓവർ. അറ്റ്, ഓൺ, ഇൻ, വളരെ പ്രധാനപ്പെട്ട 3 പ്രിപ്പോസിഷൻസ് ആണ് ഇവർ. ഈ പ്രിപ്പോസിഷൻസ് നമ്മൾ സമയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്ഥാനത്തിനെ, പൊസിഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് സമയത്തിനെ സൂചിപ്പിക്കാനായി എങ്ങനെ അറ്റ്, ഓൺ, ഇൻ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് നോക്കാം. ആദ്യം അറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ക്ലോക്ക് ടൈമിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അറ്റ് 5 o'clock, അറ്റ് 6:30, അറ്റ് 12 o'clock. അതുപോലെ തന്നെ നൈറ്റ്, അതിനെക്കുറിച്ച് പറയാനും നമ്മൾ അറ്റ് നൈറ്റ് എന്നാണ് പറയാ. അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ലഞ്ച് ടൈം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻസ് ആണ്. അത്
ഓർത്തിരിക്കുക. ഓൺ ഉപയോഗിക്കുന്നത് നമ്മൾ ആഴ്ചയിലെ ദിവസങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ ഫ്രൈഡേ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ഡേറ്റിനെ കുറിച്ച് പറയാം. ഓൺ 26 ജനുവരി, ഓൺ 15 ഓഗസ്റ്റ്. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റിനെ കുറിച്ച് പറയാനും നമ്മൾ ഓൺ ഉപയോഗിക്കും. ഓൺ മൈ ബർത്ത്ഡേ. ഇൻ ഉപയോഗിക്കുന്നത് നമ്മൾ മാസങ്ങളെ കുറിച്ച്, വർഷങ്ങളെ കുറിച്ച്, അതുപോലെ സീസണെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ്. ഇൻ മെയ്, ഇൻ വിന്റർ, ഇൻ സമ്മർ, ഇൻ 2005, ഇൻ 1995. അങ്ങനെ ഇൻ ഉപയോഗിക്കുന്ന ലോങ്ങർ പീരിയഡ്സ് ഓഫ് ടൈമിന്റെ കൂടെയാണ് ഇൻ ഉപയോഗിക്കുന്നത്. അറ്റ് ക്ലോക്ക് ടൈമിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഓൺ ആഴ്ചയിലെ ദിവസങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡേറ്റിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇൻ ഉപയോഗിക്കുന്ന വർഷങ്ങളെ കുറിച്ച്, മാസങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ സീസൺസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഇൻ ഉപയോഗിക്കുന്നത്. നമുക്ക് സെഞ്ചുറീസിനെ കുറിച്ച് പറയാനും അങ്ങനെ തന്നെയാണ് പറയാം. ദിവസത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളെ കുറിച്ച് പറയാനും നമ്മൾ ഇൻ ഉപയോഗിക്കും. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് എല്ലാം വളരെ സ്റ്റാൻഡേർഡായ എക്സ്പ്രഷൻസ് ആണ്. നമ്മൾ അറ്റ് ഉപയോഗിച്ചാണ് വീക്കെൻഡിനെ കുറിച്ച് പറയാം. അത് അമേരിക്കൻ ഇംഗ്ലീഷിലാവുമ്പോൾ ഓൺ ആയിരിക്കും. അവർ ഓൺ ദ വീക്കെൻഡ് എന്നാണ് പറയുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അറ്റ് ദ വീക്കെൻഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ലോങ്ങർ പീരിയഡ്സ് ഓഫ് ടൈമിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. ഇൻ സമ്മർ, ഇൻ 1998, ഇൻ ദ പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ. ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അറ്റ് ഉപയോഗിക്കുന്ന ചില കോമൺ എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. അറ്റ് നൈറ്റ്, ഐ ഓഫൺ സ്റ്റേ അപ്പ് അറ്റ് നൈറ്റ്. അതിനർത്ഥം എന്താ? ഞാൻ പലപ്പോഴും രാത്രി വൈകി ഉണർന്നിരിക്കാറുണ്ട്. രാത്രി വളരെ വൈകിയേ ഞാൻ കിടക്കാറുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയാൻ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അറ്റ് ദീപാവലി എന്ന് പറയുമ്പോൾ ദീപാവലിയുമായി ബന്ധപ്പെട്ട ഹോളിഡേയ്സ് എല്ലാം അതിൽ പെട്ടു. അറ്റ് ഓണം എന്ന് പറയുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട ഹോളിഡേയ്സിനെ, ആ ഒരു പീരിയഡിനെയാണ് നമ്മൾ ഈ അറ്റ് ഓണം എന്ന് പറയുന്നത്. അറ്റ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. വി യൂഷ്വലി ഹാവ് എ ഫാമിലി ഗെറ്റ് ടുഗെദർ അറ്റ് ഓണം. ഓണം ആവുന്ന സമയത്ത് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഒന്നിച്ചു കൂടാറുണ്ട് എന്നർത്ഥം. അപ്പോൾ അറ്റ് ഓണം എന്ന് പറയുമ്പോൾ ആ ഓണം ഹോളിഡേയ്സ് എല്ലാം അതിൽ വന്നോട്ടെ. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിനെ കുറിച്ചല്ല അത് സൂചിപ്പിക്കുന്നത്, ആ ഹോളിഡേയ്സ് മുഴുവനായിട്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, വീക്കെൻഡിനെ കുറിച്ച് പറയാൻ നമ്മൾ അറ്റ് ദ വീക്കെൻഡ് എന്ന് പറയും. അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് ഓൺ ദ വീക്കെൻഡ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് അറ്റ് ദ വീക്കെൻഡ്. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാവുമ്പോൾ അറ്റ് ദ വീക്കെൻഡ് ആണ്. എനിക്ക് വീക്കെൻഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അമേരിക്കൻ ഇംഗ്ലീഷിലാവുമ്പോൾ ഓൺ ദ വീക്കെൻഡ്. അറ്റ് ദ മൊമെന്റ്, അറ്റ് പ്രസന്റ്, ഈ എക്സ്പ്രഷൻസിന്റെ കൂടെയും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഹി ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്ട് അറ്റ് ദ മൊമെന്റ്. സംസാരിക്കുന്ന സമയത്തെ കുറിച്ച് പറയാനും നമുക്ക് അറ്റ് ദ മൊമെന്റ് എന്ന് പറയാം. അറ്റ് ദ മൊമെന്റ്, അറ്റ് പ്രസന്റ്, ഈ എക്സ്പ്രഷൻസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. രാവിലെ എന്ന് പറയാൻ നമ്മൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയും. തിങ്കളാഴ്ച രാവിലെ എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ ഇൻ മൺഡേ മോർണിംഗ് എന്നാണ് പറയുന്നത്? അല്ല, നമ്മൾ പറയുന്നത് ഓൺ മൺഡേ മോർണിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാൻ നമ്മൾ ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയും. ഞായറാഴ്ച ഉച്ചയ്ക്ക് എന്നാണ് പറയേണ്ടതെങ്കിലോ, അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം എന്നാണ് പറയേണ്ടതെങ്കിലോ നമ്മൾ പറയുക ഓൺ സൺഡേ ആഫ്റ്റർനൂൺ എന്നാണ്. വൈകുന്നേരം എന്ന് പറയാൻ നമ്മൾ ഇൻ ദ ഈവനിങ് എന്ന് പറയും. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ വൈകുന്നേരം എന്ന അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുക? ഓൺ ഫ്രൈഡേ ഈവനിങ്. ഇവിടെ ഓൺ മൺഡേ മോർണിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളിവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തിങ്കളാഴ്ചയെ കുറിച്ചല്ല, മറിച്ച് ഓൺ മൺഡേ മോർണിംഗ്സ് എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച രാവിലെകളിൽ എന്നർത്ഥം. അതായത് എല്ലാ തിങ്കളാഴ്ച രാവിലെയും അതിൽ പെടും. അതുപോലെ സൺഡേ ആഫ്റ്റർനൂൺസ് എന്ന് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലെയും വൈകുന്നേരങ്ങൾ എന്നർത്ഥം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഓൺ സൺഡേ ആഫ്റ്റർനൂൺ എന്നാണ് പറയുക. പക്ഷെ നമ്മൾ പൊതുവെ സൺഡേ ആഫ്റ്റർനൂൺസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ സൺഡേ ആഫ്റ്റർനൂൺസ് എന്ന് പറയും. ഇനി ചില എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കില്ല. അറ്റ്, ഇൻ, ഓൺ ഒന്നും ഉപയോഗിക്കില്ല. നെക്സ്റ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന എക്സ്പ്രഷൻസ്, ലാസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന എക്സ്പ്രഷൻസ്, ദിസ്, എവരി, ഇതെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്ന ചില എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്നോ ഓൺ ദ നെക്സ്റ്റ് വീക്ക് എന്നോ അതൊന്നും പറയുന്നില്ല. ഐ ഗോ ദർ എവരി ഡേ. ഞാൻ അവിടെ എല്ലാ ദിവസവും പോവാറുണ്ട് എന്നർത്ഥം. അവിടെ പ്രിപ്പോസിഷനെ ഉപയോഗിച്ചിട്ടില്ല. ഐ എം വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് പാരന്റ്സ് ദിസ് വീക്കെൻഡ്. ഈ ആഴ്ച ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ ദിസ് വീക്കെൻഡ് എന്നോ അറ്റ് ദിസ് വീക്കെൻഡ് എന്നോ ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. സി യു നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച കാണാം. സി യു ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്നോ സി യു ഓൺ ദ നെക്സ്റ്റ് വീക്ക് എന്നോ നമ്മൾ പറയുന്നില്ല. ഹി ഡൈഡ് ലാസ്റ്റ് ഇയർ. അവൻ കഴിഞ്ഞ വർഷം മരിച്ചു. ഹി ഡൈഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇയറിനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഇയർ ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹി ഡൈഡ് ഇൻ 2005. അവൻ 2005 മരിച്ചു. അപ്പൊ ഇൻ 2005 എന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. ഹി ഡൈഡ് ലാസ്റ്റ് ഇയർ. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ്. ഓൺ ടൈം എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത്, നേരത്തെയോ അല്ല വൈകിട്ടുമല്ല. ഇൻ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സമയം സ്പെയർ ചെയ്യാനുണ്ട് എന്നർത്ഥം. അതായത് അവസാന നിമിഷത്തിന് മുമ്പ്. ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ ടൈം. ഇപ്പൊ 6 മണിക്ക് തുടങ്ങാനിരുന്ന മീറ്റിംഗ് 6 മണിക്ക് തന്നെ തുടങ്ങിയെങ്കിൽ നമ്മൾ എന്താ പറയുക? ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ ടൈം എന്ന് പറയും. ദ ട്രെയിൻ ലെഫ്റ്റ് ഓൺ ടൈം. ട്രെയിൻ വരേണ്ട സമയത്ത് വരികയും പോകേണ്ട സമയത്ത് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ പറയുക ദ ട്രെയിൻ
അറൈവ്ഡ് ആൻഡ് ലെഫ്റ്റ് ഓൺ ടൈം എന്നാണ്. കൃത്യസമയത്ത് തന്നെ വന്നു പോയി. യു ആർ നെവർ ഓൺ ടൈം, നീ ഒരിക്കലും പറഞ്ഞ സമയത്ത് വരാറില്ല എന്നർത്ഥം. അതായത് നീ എപ്പോഴും ലേറ്റ് ആണ് എന്നർത്ഥം. ഇനി ഇൻ ടൈം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ ആവശ്യത്തിന് സമയം സ്പെയർ ചെയ്യാൻ, ലാസ്റ്റ് മൊമെന്റിന് മുമ്പ്. ഐ ഗോട്ട് ഇൻ ടൈം ഫോർ ഡിന്നർ. ഇതിനർത്ഥം മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നു. അതായത് അവരുടെ കൂടെ ഇരുന്ന് എനിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റി എന്നർത്ഥം. ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിലല്ല, അതിനുശേഷവും അല്ല എത്തുന്നത്. ഹി സർവൈവ്ഡ് ബിക്കോസ് ദേ മാനേജ് ടു ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ ഇൻ ടൈം. സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് മൊമെന്റ്, അതായത് ജീവൻ പോകുന്ന ആ സമയം വരെ വൈകിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അതിന് മുമ്പ്, ആ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചു, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ, ഓൺ, അറ്റ് പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ച് നമ്മൾ പൊസിഷനെ കുറിച്ച് സംസാരിക്കാനും ഉപയോഗിക്കാറുണ്ട്. സ്ഥാനം. അപ്പോൾ ഇന്ന് പറയുമ്പോൾ നമ്മൾ എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ എന്നാണ് അതിനർത്ഥം. അതായത് നമുക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ കോമൺ എക്സ്പ്രഷൻസ് നോക്കൂ. ഇൻ ദ റൂം, റൂമിനകത്ത്, റൂമിനുള്ളിൽ എന്നർത്ഥം. ഇൻ എ ബോക്സ്, ഒരു ബോക്സിനുള്ളിൽ. ഇൻ ദ ബോട്ടിൽ, ബോട്ടിലിനുള്ളിൽ. ഇൻ ദ ബാഗ്, ബാഗിനുള്ളിൽ. അതുപോലെ തന്നെ നമ്മൾ ഗാർഡനെ കുറിച്ച് പറയുമ്പോൾ, പാർക്കിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇൻ ദ ഗാർഡൻ, ഇൻ ദ പാർക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. ഒരു പരന്ന ഒരു പ്രതലത്തിലല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ ദ ഗാർഡൻ, ഇൻ ദ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻ ദ സീ, ഇൻ ദ റിവർ, ഇൻ ദ പോണ്ട്, ഇൻ ദ വെൽ, അങ്ങനെയൊക്കെയാണ് പറയുക. കാരണം അത് നമ്മൾ വെള്ളത്തിന് അകത്താണ് എന്നർത്ഥം. ദർ വാസ് നോ വൺ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഐ വെന്റ് ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ഒന്ന് നടക്കാൻ പോയി. ഹി എൻജോയ് സ്വിമ്മിങ് ഇൻ ദ സീ. അവന് കടലിൽ നീന്തുന്നത് ഇഷ്ടമാണ്, അവനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി അറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയ ഒരു സ്ഥലത്തെ പൊസിഷനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ, ലൈബ്രറിയെ കുറിച്ച് പറയുമ്പോൾ, സ്കൂളിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. അറ്റ് ദ ക്ലബ്, അറ്റ് സ്കൂൾ, അറ്റ് ദ ലൈബ്രറി, അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അതൊക്കെ ഒരു സ്പെസിഫിക് ആയ, ഒരു പർട്ടിക്കുലർ ആയ ഒരു പ്ലേസ് ആണല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ അറ്റ് ഉപയോഗിക്കുന്നത്. അറ്റ് ദ ഡോർ, ഡോറിന്റെ അടുത്ത്, ഡോറിന് മുന്നിലായി എന്നർത്ഥം. അറ്റ് ദ ട്രാഫിക് ലൈറ്റ്സ്, അപ്പൊ ആ ട്രാഫിക് ലൈറ്റ് എവിടെയോ അവിടെ, ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ അറ്റ് ഉപയോഗിക്കുന്നത്. ഐ മെറ്റ് ഹിം അറ്റ് ദ ലൈബ്രറി. ഞാൻ അവനെ ലൈബ്രറിയിൽ വെച്ചാണ് കണ്ടത്. ദർ ഈസ് സംബഡി അറ്റ് ദ ഡോർ. ഡോറിനടുത്ത് ആരോ കാത്തു നിൽക്കുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് ഓഫ് ദ ബസ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുകയാണ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനെ ഗെറ്റ് ഓഫ് എന്നാണ് പറയുക കേട്ടോ. അതുപോലെ തന്നെ ബസ്സിൽ കയറുന്നതിന് നമ്മൾ ഗെറ്റ് ഓൺ എന്നാണ് പറയുക. വി ആർ ഗെറ്റിംഗ് ഓഫ് ദ ബസ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. വെർ ഈസ് രാഹുൽ? ഹി ഈസ് അറ്റ് സ്കൂൾ, അല്ലെങ്കിൽ അറ്റ് വർക്ക്. ഹി ഈസ് അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ അവൻ ജോലി സ്ഥലത്താണ് എന്നർത്ഥം. ഹി ഈസ് അറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ അവൻ സ്കൂളിലാണ്. ഇതൊക്കെ സ്പെസിഫിക് ആയ ഏതെങ്കിലും സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അറ്റ് ഉപയോഗിക്കുന്നത്. ഒരു പ്രോപ്പർ നൗണിന്റെ കൂടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ അവൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഷീ വർക്ക്സ് അറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥാപനത്തിന്റെ പേരാണ്. അതൊരു പ്രോപ്പർ നൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ അറ്റാണ് ഉപയോഗിക്കുന്നത്. ഷീ വർക്ക്സ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നല്ല പറയുന്നത്. പക്ഷെ അവൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ഇൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോർമലി അവിടെ ഇന്നാണ് ഉപയോഗിക്കാം. അറ്റും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക്. അവൾ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഹി ലീവ്സ് ഇൻ മുംബൈ. വലിയ സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അവൻ മുംബൈയിൽ ജീവിക്കുന്നു. വലിയ സ്ഥലങ്ങളാണോന്നില്ല. ഇൻ എ വില്ലേജ്, ഇൻ എ ടൗൺ, ഇൻ എ സിറ്റി, അതിനെക്കുറിച്ചെല്ലാം പറയുന്നതിന് നമ്മൾ ഇൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹീസ് അറ്റ് മുംബൈ യൂണിവേഴ്സിറ്റി. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പേരിന്റെ കൂടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഹീസ് അറ്റ് മുംബൈ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നർത്ഥം. അവൻ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്. ഓൺ സൂചിപ്പിക്കുന്നത് എന്തിന്റെയെങ്കിലും ഒരു സർഫസിലുള്ള പൊസിഷനെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തിലുള്ള പൊസിഷനെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിലാണ് ക്യാറ്റ്. ദർ ഇസ് എ സ്പൈഡർ ഓൺ ദ സീലിംഗ്. സീലിംഗിന് മുകളിൽ ഒരു സ്പൈഡർ ഉണ്ട്. ഷീ പുട്ട് ദ ബുക്സ് ഓൺ ദ ബെഡ്. അവൾ ആ പുസ്തകങ്ങൾ കിടക്കയ്ക്ക് മുകളിൽ വെച്ചു. ദ മോസ്കിറ്റോ സാറ്റ് ഓൺ ഹെർ നോസ്. അവളുടെ മൂക്കിന് മുകളിൽ ആ കൊതുക് വന്നിരുന്നു. ദർ ഇസ് എ മിസ്റ്റേക്ക് ഓൺ പേജ് 6. പേജ് 6 6th പേജിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഒരു ഏതെങ്കിലും ഒരു സർഫസിന് മുകളിലുള്ള പൊസിഷനാണ് സൂചിപ്പിക്കുന്നത്. അതിനാണ് നമ്മൾ ഇവിടെ ഓൺ ഉപയോഗിക്കുന്നത്. ഇന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയ ഒരു പ്ലേസിലുള്ള പൊസിഷനെ സൂചിപ്പിക്കാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഈ എക്സാമ്പിൾസ് കൂടി നോക്കൂ. ദേ ഹങ് ദ പിക്ചർ ഓൺ ദ വോൾ. അവര് ചുമരിൽ ആ പിക്ചർ തൂക്കിയിട്ടു. ഷീ സാറ്റ് ഓൺ ദ സോഫ. അതുപോലെ തന്നെ ഷീ സാറ്റ് ഓൺ ദ ചെയർ. ആംറസ്റ്റ് ഉള്ള ചെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ദ ചെയർ എന്നാണ് പറയുക. സാധാരണഗതിയിൽ നമ്മൾ ചെയറിന് മുകളിൽ ഇരുന്നു, അതുപോലെ തന്നെ സോഫയ്ക്ക് മുകളിൽ ഇരുന്നു എന്ന മീനിങ്ങിൽ നമ്മൾ പറയുക ഷീ സാറ്റ് ഓൺ ദ സോഫ അല്ലെങ്കിൽ ഷീ സാറ്റ് ഓൺ ദ ചെയർ എന്നാണ്. ഇനി ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ എന്നാണ് പറയാന്ന് പറഞ്ഞല്ലോ. ദർ ഈസ് സം വാട്ടർ ഇൻ ദ ബോട്ടിൽ എന്ന് പറഞ്ഞു. പക്ഷെ ലേബലെല്ലാം ബോട്ടിലിന്റെ മുകളിലല്ലേ
തന്നെ അതിന്റെ പുറത്തുള്ള സർഫസിലല്ലേ ഉണ്ടായിരിക്കുക ലേബല്. അതുകൊണ്ട് നമ്മളത് എന്താ പറയുക, പ്ലീസ് റീഡ് ദ ലേബൽ ഓൺ ദ ബോട്ടിൽ. ഇൻ ദ ബോട്ടിൽ അല്ല, ബോട്ടിലിന്റെ ഉള്ളിലല്ല ആ ലേബൽ ഇരിക്കുന്നത്, അത് അതിന്റെ പുറത്തുള്ള സർഫസിലാണ് ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലോങ് ആയ എന്തിന്റെയെങ്കിലും, ഇപ്പൊ റോഡ് ആവാം, റിവർ ആവാം, ഒരു ലൈൻ ആവാം, അതിന്റെയൊക്കെ സൈഡിലുള്ള പൊസിഷനെ കുറിച്ച് സൂചിപ്പിക്കാനും നമ്മൾ ഓൺ ആണ്. അതായത് തീരത്താണ്, റോഡിന്റെ വശത്താണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ എന്റെ വീട് റോഡിന്റെ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണെന്നൊക്കെ നമ്മൾ പറയുന്നതിന് നമ്മൾ എന്താ പറയുക, മൈ ഹൗസ് ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്, അല്ലെങ്കിൽ മൈ ഹൗസ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. ഓൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഗ്ര ഈസ് ഓൺ റിവർ യമുന. ഇതിനർത്ഥം എന്താ, യമുന നദിയുടെ തീരത്താണ് ആഗ്ര എന്ന് പറയുന്ന പട്ടണം എന്നാണ് ഇതിനർത്ഥം. ഒരു സിറ്റി ഏതെങ്കിലും ഒരു നദിയുടെ തീരത്താണെന്ന് പറയാൻ നമ്മളിങ്ങനെ ഓൺ എന്നാണ് പറയുക. ആഗ്ര ഈസ് ഓൺ റിവർ യമുന. ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ ലൈൻ 6 ഓൺ പേജ് 18. പേജിന്റെ നമ്പറിന്റെ കൂടെ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ലൈനിന്റെ കൂടെ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻ സൂചിപ്പിക്കുന്നത് പൊസിഷൻ, ഉള്ളിലുള്ള പൊസിഷൻ ആണെങ്കിൽ ഓൺ സൂചിപ്പിക്കുന്നത് അതിന് പുറത്ത്, അതിന്റെ സർഫസിൽ ഉള്ള പൊസിഷൻ ആണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. അതായത് ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഷിപ്പ്, ഇതിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഓൺ ആണ് പറയുക. ഇപ്പൊ നമ്മൾ ബസ്സിനകത്താണെന്ന് പറയാൻ നമ്മൾ ഐ ആം ഓൺ ദ ബസ് എന്നാണ് പറയുക. ആ ബസിന്റെ മുകളിലാണെന്നല്ല അതിനർത്ഥം. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രാൻഡ് മദർ ഈസ് അറൈവിംഗ് ഓൺ ദ 4:30 ട്രെയിൻ. 4:30 ട്രെയിനിനാണ് ഗ്രാൻഡ് മദർ വരുന്നത്. ഇന്താന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഓൺ ദ ആണ് പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് നോ റൂം ഓൺ ദ ബസ്. ബസ്സിന് മുകളിൽ സ്ഥലമില്ല എന്നല്ല ഇതിനർത്ഥം, ബസ്സിനകത്ത് സ്ഥലമില്ല. ഇപ്പൊ ബസ്സിൽ അതുപോലെ തന്നെ ട്രെയിനില് ഒക്കെ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന സ്പേസിനാണ് നമ്മൾ റൂം എന്ന് പറയുന്നത്. അതിന് സ്പേസിനോ പ്ലേസിനോ ഒന്നും അല്ല ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന എന്നാൽ ഇപ്പോൾ വേക്കന്റ് ആയി കിടക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ റൂം എന്ന് പറയുന്നത്. ദർ ഈസ് നോ റൂം ഓൺ ദ ബസ്. ബസ്സിനകത്ത് സ്ഥലമില്ല എന്നർത്ഥം, നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഉള്ള സ്ഥലമില്ല എന്നർത്ഥം. ഐ മെറ്റ് ഹിം ഓൺ എ ഫ്ലൈറ്റ് ടു മുംബൈ. മുംബൈയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിലാണ്, ഒരു പ്ലെയിനിലാണ് ഞാൻ അയാളെ കണ്ടത്. ഇനിയിപ്പോ പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, അതായത് നമ്മുടെ കാർ, അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. ദർ വർ 4 പീപ്പിൾ ഇൻ ദ കാർ. കാറിനുള്ളിൽ 4 പേരുണ്ടായിരുന്നു എന്ന്. ബസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഓൺ എന്ന് പറയുമായിരുന്നു. കാർ ആയതുകൊണ്ട്, കാർ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഇൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി സന്ദർഭങ്ങൾ നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഫ്രണ്ട് റോയില് അല്ലെങ്കിൽ ബാക്ക് റോയില് അതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. ഹു ഈസ് ദാറ്റ് ടോൾ ബോയ് ഇൻ ദ ഫ്രണ്ട് റോ? ആ ഫ്രണ്ട് റോയില്, ആ മുന്നിലെ നിരയിലുള്ള ഉയരമുള്ള കുട്ടി ഏതാണ്, അതാണ് ചോദിക്കുന്നത്. ഹി ഈസ് നോട്ട് ഇൻ ഹിസ് ക്യാബിൻ അറ്റ് ദ മൊമെന്റ്. അപ്പൊ ഇൻ ഹിസ് ക്യാബിൻ എന്നാണ് നമ്മൾ പറയുന്നത്, അവന്റെ ക്യാബിനകത്ത്, ക്യാബിൻ ഉള്ളിലാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇൻ എന്നുള്ള പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പത്രത്തിൽ വരുന്ന ആർട്ടിക്കിൾസിനെ കുറിച്ച്, ബുക്സിലുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ചെല്ലാം നമ്മൾ പറയാ ഇൻ ദ ബുക്ക്, ഇൻ ദ പേപ്പർ, അങ്ങനെയൊക്കെയാണ്. ഐ റെഡ് എൻ ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ഇൻ ദ പേപ്പർ. ഞാൻ പത്രത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം വായിച്ചു. ഇനി നമ്മൾ എവിടെ ജോലി ചെയ്യുന്നുള്ളതിനെ കുറിച്ച് പറയാൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതിലെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. ഹി വർക്ക്സ് ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ഒരു ചിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ പറയുക ഇൻ ദ പിക്ചർ എന്നാണ്. ഓൺ ദ പിക്ചർ എന്നല്ല നമ്മൾ പറയുന്നത്. ക്യാൻ യു ഫൈൻഡ് ദ ബേർഡ് ഇൻ ദ പിക്ചർ? ആ ചിത്രത്തിനകത്ത് പക്ഷിയെ കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഇൻ ദ സ്കൈ എന്നാണ് പറയുക. ഇൻ ദ സ്കൈ, ഇൻ ദ വേൾഡ്, ഇൻ ദ യൂണിവേഴ്സ്, അങ്ങനെയെല്ലാം ആണ് പറയുന്നത്. ഓൺ അല്ല അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. There are countless stars in the sky. ആകാശത്ത് എണ്ണിയാൽ തീരാത്ത അത്രയും നക്ഷത്രങ്ങളുണ്ട്. ടു ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ വെന്റ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി. ലേക്ക്, ആ മീനിങ് ആണ് ടു തരുന്നത്. ഹി റിട്ടേൺ ടു മുംബൈ ലാസ്റ്റ് വീക്ക്. അവൻ കഴിഞ്ഞ ആഴ്ച മുംബൈയിലേക്ക് തിരിച്ചു പോയി. മുംബൈയിലേക്ക് പോയി എന്നുള്ളതിന് നമ്മൾ ടു മുംബൈ എന്നാണ് പറയുന്നത്. ഐ വിൽ കം ടു യുവർ ഹൗസ്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. ഗെറ്റ് ഇൻ ആൻഡ് ഐ വിൽ ഡ്രൈവ് യു ടു ദ എയർപോർട്ട്. അപ്പൊ നമ്മളിവിടെ ഗെറ്റ് ഇൻ എന്ന് പറയാൻ കാരണം നമ്മൾ കാറിനകത്ത് കയറുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കയറു എന്നാൽ ഞാൻ നിന്നെ എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാം, അങ്ങോട്ട് കൊണ്ടാക്കാം, അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ നമ്മളിവിടെ ടു ദ എയർപോർട്ട് എന്ന് പറഞ്ഞു. പ്രൈവറ്റ് വെഹിക്കിൾസിൽ നമ്മൾ കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഗെറ്റ് ഇൻ എന്നാണ് പറയുക. പക്ഷെ ബസ്, ട്രെയിൻ, അതിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഗെറ്റ് ഓൺ എന്ന് പറയും. വി ഗോട്ട് ഓൺ ദ ബസ് എന്നാണ് പറയുക. നമ്മൾ ബസ്സിൽ കയറി എന്നുള്ളതിനെ വി ഗോട്ട് ഓൺ ദ ബസ് എന്നാണ് പറയുക. നമ്മൾ കാറിൽ കയറി എന്നതിന് വി ഗോട്ട് ഇൻ ദ കാർ എന്നാണ് പറയാം. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബസ്സിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഗെറ്റ് ഓഫ് എന്നാണ് പറയാം. വി ആർ ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പൊ നമ്മൾ അവിടെ ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വി ആർ ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷെ നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് നമ്മൾ പറയുക ഗെറ്റ് ഔട്ട് ഓഫ് എന്നാണ്. ഷീ ഗോട്ട്
ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ എന്നാണ് പറയുന്നത്. അത് പ്രൈവറ്റ് വെഹിക്കിൾസ് ആകുമ്പോൾ ഷീ ഗോട്ട് ഓഫ് ദ കാർ എന്നല്ല പറയുന്നത്, ഷീ ഗോട്ട് ഔട്ട് ഓഫ്. അപ്പോൾ ഇതിലെ ഔട്ട് ഓഫിലെ ഒരു എഫ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗെറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓഫിൽ 2 ഓഫ് ഉണ്ടെന്ന് കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഐ റിയലി എൻജോയ്ഡ് മൈ ട്രിപ്പ് ടു ഈജിപ്റ്റ്. ഈജിപ്റ്റിലേക്കുള്ള എന്റെ ട്രിപ്പ് ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്തു. ഇനി ഫ്രം, ടുവിന്റെ ഓപ്പോസിറ്റ് എന്തോ അതാണ് ഫ്രം. ടു എന്ന് പറയുമ്പോൾ ലേക്ക് എന്ന് പറയും, ഫ്രം എന്ന് പറയുമ്പോൾ നിന്ന്, എവിടെ നിന്ന്, അതാണ് നമ്മൾ ഫ്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വെന്റ് ടു ബാംഗ്ലൂർ ലാസ്റ്റ് വീക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലേക്ക് പോയി. ഷീ കംസ് ഫ്രം എ സ്മോൾ ടൗൺ ഇൻ ബംഗാൾ. ബംഗാളിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ് അവൾ വരുന്നത്. ഫ്രം എ സ്മോൾ ടൗൺ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന്. ഷീ ടുക്ക് സംതിങ് ഫ്രം ഹെർ ബാഗ്. അവൾ അവളുടെ ബാഗിൽ നിന്ന് എന്തോ എടുത്തു. ബാഗിൽ നിന്ന്, ഫ്രം ഹെർ ബാഗ്. ഇനി ആളുകൾ എവിടെ നിന്ന് വരുന്നു ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചോദിക്കാം? വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ച് പറയാം. ഇംഗ്ലീഷിൽ പല വഴികളുണ്ട്. നമുക്ക് ഗെറ്റ് ടു എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഗെറ്റ് എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു മുംബൈ? നമ്മൾ എത്ര മണിക്കാണ് മുംബൈയിൽ എത്തിച്ചേരുന്നത്? നമുക്ക് ഇതേ ഐഡിയ തന്നെ അറൈവ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അറൈവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു അല്ല, നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുക ഇൻ അല്ലെങ്കിൽ അറ്റ് ആണ്. വി അറൈവ്ഡ് ഇൻ മുംബൈ അറ്റ് 6:30. ഞങ്ങൾ മുംബൈയിൽ 6:30 എത്തിച്ചേർന്നു. ഇവിടെ നമ്മൾ ഇൻ ആണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം മുംബൈ എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ്. ഇപ്പൊ അറ്റ് നമ്മൾ സാധാരണ ചെറിയ പ്ലേസസിനെ കുറിച്ച്, പ്രത്യേകിച്ച് പറയാ സ്പെസിഫിക് ആയ എന്തെങ്കിലും ഒരു സ്പേസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ചെറിയ പ്ലേസസിനെ കുറിച്ച് പറയാനും നമുക്ക് അറ്റ് ഉപയോഗിക്കാം. വലിയ സിറ്റികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് നമ്മൾ ഇൻ ആണ് നോർമലി പ്രിഫർ ചെയ്യാറ്. ഇപ്പൊ നമുക്ക് എയർപോർട്ടിൽ എത്തിയെന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ അറ്റ് ആണ് പറയുമായിരുന്നു. വി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് അറ്റ് 6:30 എന്നാണ് പറയാം. അപ്പൊ എയർപോർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയ ഒരു പ്ലേസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ അറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ മുംബൈ എന്ന് പറയുന്നത് വലിയൊരു പ്ലേസ് ആണ്, അതുകൊണ്ട് അതിന്റെ കൂടെ ഇൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. വി അറൈവ്ഡ് ഇൻ മുംബൈ അറ്റ് 6:30. ഇനി ഹോം എന്ന് പറയുന്ന നൗൺ അല്പം സ്പെഷ്യൽ ആണ്. അതിന്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. അറ്റ് ഹോം എന്ന് പറയും, പക്ഷെ മറ്റ് പ്രിപ്പോസിഷൻസ് ഒന്നും നമ്മൾ അതിന്റെ കൂടെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസോ അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഐ ഡോണ്ട് എൻജോയ് ദിസ് പാർട്ടി. എനിക്ക് ഈ പാർട്ടി ഇഷ്ടമായില്ല. ഐ എം ഗോയിങ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഗോയിങ് ഹോം എന്നേ പറയുന്നുള്ളൂ, ഗോയിങ് ടു ഹോം എന്നല്ല പറയുന്നത്. വീട്ടിലേക്ക് പോവുക എന്ന അർത്ഥത്തിൽ ഗോ ഹോം എന്ന് പറഞ്ഞാൽ മതി, ഗോ ടു ഹോം എന്ന് ആവശ്യമില്ല. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹോം. വേ ഹോം എന്നാണ് നമ്മൾ പറയുന്നത്, വേ ടു ഹോം എന്നല്ല. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. ഓൺ മൈ വേ ഹോം എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ. വെൻ ഐ അറൈവ്ഡ് ഹോം ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ്. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാം, വെൻ ഐ കെയിം ഹോം. അറൈവ്ഡ് തന്നെ വേണമെന്നില്ല, അതേ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് കം എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കാം. വെൻ ഐ കെയിം ഹോം ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ്. അപ്പൊ ഇവിടെയും പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. അറൈവ്ഡ് അറ്റ് ഹോം എന്നല്ല പറയുന്നത്, അതുപോലെ തന്നെ കെയിം ടു ഹോം എന്നും അല്ല പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് കെയിം ഹോം എന്നാണ്. ഇൻ ടു, ഔട്ട് ഓഫ്, ഈ രണ്ട് പ്രിപ്പോസിഷൻസ്. ഇൻടുവിന്റെ ഓപ്പോസിറ്റ് ആണ് ഔട്ട് ഓഫ്. ദി ക്യാറ്റ് ജംപ്ഡ് ഇൻ ടു ദ റൂം ത്രൂ ദ വിൻഡോ. ആ വിൻഡോയിലൂടെ പൂച്ച അകത്തേക്ക്, റൂമിനകത്തേക്ക് ചാടിക്കയറി എന്നാണ് പറയുന്നത്. റൂമിന്റെ ഉള്ളിലേക്ക് ചാടി. ഇവിടെ ഇന്നും ഇൻറ്റുവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റു സൂചിപ്പിക്കുന്നത് മൂവ്മെന്റ് ആണ്, എന്തിന്റെയെങ്കിലും ഉള്ളിലേക്കുള്ള മൂവ്മെന്റ് ആണ്. ഇൻ സൂചിപ്പിക്കുന്നത് എന്തിന്റെയെങ്കിലും ഉള്ളിലുള്ള പൊസിഷനാണ്. ഇപ്പൊ പൂച്ച ഉള്ളിലേക്ക് ചാടി കയറി എന്നാണ് നമുക്ക് പറയേണ്ടത്. അത് മൂവ്മെന്റ് ആണല്ലേ, ഉള്ളിലേക്കുള്ള മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ പറയുന്നത് ദ ക്യാറ്റ് ജംപ്ഡ് ഇൻ ടു ദ റൂം എന്നാണ്. ദ ക്യാറ്റ് ജംപ്ഡ് ഇൻ ദ റൂം എന്നല്ല പറയണത്. ദ ക്യാറ്റ് ജംപ്ഡ് ഇൻ ടു ദ റൂം ത്രൂ ദ വിൻഡോ. എങ്ങനെയാണ് കടന്നത്? വിൻഡോയിലൂടെ. അതിനുവേണ്ടി നമ്മളിവിടെ ത്രൂ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ഹി ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. അവൻ ആ കുളത്തിലേക്ക് ചാടി. ഇവിടെയും തന്നെ ഉള്ളിലേക്കുള്ള മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻ ടു എന്ന് പറയുന്നത്. വി ഗോട്ട് ഓഫ് ദ ബസ്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ബസ്സിൽ നിന്ന് ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിന് നമ്മൾ ഗെറ്റ് ഓഫ്, ഓഫ് എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് നമ്മൾ ഔട്ട് ഓഫ് എന്നാണ് പറയുക. ഷീ ഗോട്ട് ഔട്ട് ഓഫ് ഹെർ കാർ ആൻഡ് walked into a shop. അപ്പോൾ അവൾ അവളുടെ കാറിൽ നിന്ന് ഇറങ്ങി. ഷീ ഗോട്ട് ഔട്ട് ഓഫ് ഹെർ കാർ. ഷീ ഗോട്ട് ഓഫ് ഹെർ കാർ എന്നല്ല പറയുന്നത്, ഷീ ഗോട്ട് ഔട്ട് ഓഫ് ഹെർ കാർ എന്നാണ്. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? ഷീ walked into a shop. എന്നിട്ട് അവൾ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി, നടന്നുപോയി. അപ്പോൾ ആ ഉള്ളിലേക്കുള്ള മൂവ്മെന്റ് സൂചിപ്പിക്കാൻ നമ്മളിവിടെ ഇൻറ്റു സൂചിപ്പിച്ചു. പുറത്തേക്കുള്ള മൂവ്മെന്റ് സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? ഔട്ട് ഓഫ് ഉപയോഗിച്ചു. ഇനി ഇൻ ഉപയോഗിക്കുന്ന മറ്റു ചില സാധാരണ എക്സ്പ്രഷൻസ്. വെയിലത്ത്, തണലത്ത്, ഇതിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ പറയാം ഇൻ ദ സൺ, ഇൻ ദ ഷെയ്ഡ്. അതുപോലെ മഴയത്ത്, ഇൻ ദ റെയിൻ. ഇതൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇപ്പൊ വെയിലത്ത് കളിക്കരുത് എന്നാണ് പറയേണ്ടതെങ്കിൽ ഡോണ്ട് പ്ലേ ഇൻ ദ സൺ എന്ന് പറയും. മഴയത്ത് പുറത്ത് പോകരുത് എന്നാണ് പറയേണ്ടതെങ്കിൽ ഡോണ്ട് ഗോ ഇൻ ദ റെയിൻ എന്ന് പറയും. മഴയത്ത് പോകരുത്. വി സാറ്റ് ഇൻ ദ ഷെയ്ഡ്. ഞങ്ങൾ തണലത്ത് ഇരുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ ഇടയുള്ള ഈ എക്സ്പ്രഷൻസ് ആണ്. ഓർത്തിരിക്കുക. ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഓൺ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഓൺ ടെലിവിഷൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഓൺ ദ റേഡിയോ. റേഡിയോയുടെ കൂടെ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ടെലിവിഷന്റെ കൂടെ നമ്മൾ അത്
അത് ഉപയോഗിക്കുന്നില്ല. ഓൺ ടെലിവിഷൻ, ഓൺ ദ റേഡിയോ, ഓൺ ദ ഇന്റർനെറ്റ് അങ്ങനെയെല്ലാമാണ് നമ്മൾ പറയുക. ടിവിയുടെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കുന്നില്ല. ഇത് ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള നമ്മുടെ ലെസണിൽ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയുന്നുണ്ട്. ഐ വാച്ച്ഡ് ദ ന്യൂസ് ഓൺ ടെലിവിഷൻ. ഞാൻ ആ ന്യൂസ് ടിവിയിൽ കണ്ടു. ഇനിയിപ്പോൾ അത് ഞാൻ റേഡിയോയിൽ കേട്ടു എന്നാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐ ഹേർഡ് ദ ന്യൂസ് ഓൺ ദ റേഡിയോ എന്ന് പറയും. ഐ സ്പോക്ക് ടു ഹിം ഓൺ ദ ഫോൺ. ഞാൻ അവനോട് ഫോണിൽ സംസാരിച്ചു. ഓൺ ദ ഫോൺ എന്നാണ് പറയുന്നത്, ബൈ ദ ഫോൺ എന്നൊന്നും അല്ല പറയുന്നത്. ഐ സ്പോക്ക് ടു ഹിം ഓൺ ദ ഫോൺ. ദ വർക്കേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക്. ജോലിക്കാര് സമരത്തിലാണ്. ഓൺ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ സമരത്തിലാണ്. ദ ഹൗസ് ഈസ് ഓൺ ഫയർ. വീട് തീ പിടിച്ചിരിക്കുകയാണ്. ആ വീട് തീ പിടിച്ചിരിക്കുകയാണെന്നുള്ളതിന് നമ്മൾ ഓൺ ഫയർ എന്നാണ് പറയുക. ഷീസ് എവേ ഓൺ എ ബിസിനസ് ട്രിപ്പ്. ഓൺ എ ട്രിപ്പ്, ഓൺ ഹോളിഡേ അങ്ങനെ എല്ലാമാണ് നമ്മൾ പറയുക. അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പിക്നിക്കിന് പോയി എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? വി വെന്റ് ഓൺ എ പിക്നിക്. ഫോർ എ പിക്നിക് എന്നല്ല പറയുന്നത്, ഇൻ എ പിക്നിക് എന്നോ അതൊന്നും അല്ല പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഇനി സ്പീഡിനെ കുറിച്ച് പറയാൻ അതുപോലെ തന്നെ ഏജിനെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയും നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഹി വാസ് ഡ്രൈവിംഗ് അറ്റ് 90 മൈൽസ് പെർ അവർ. അവൻ മണിക്കൂറിൽ 90 മൈൽ സ്പീഡിലാണ് ഓടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്പീഡിനെ കുറിച്ച് പറയാൻ അറ്റ് 90 മൈൽസ് എന്നാണ്. ഇനിയിപ്പോൾ 90 മൈലിന് മുകളിൽ സ്പീഡിലാണ് ഓടിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ? അറ്റ് ഓവർ 90 മൈൽസ് പെർ അവർ എന്ന് പറയും. ഷീ പബ്ലിഷ്ഡ് ഹെർ ഫസ്റ്റ് നോവൽ അറ്റ് ദ ഏജ് ഓഫ് 16. 16-ാമത്തെ വയസ്സിലാണ് അവൾ അവളുടെ ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഏജിനെ കുറിച്ച് പറയാൻ അറ്റ് 16, അറ്റ് 18 അങ്ങനെയെല്ലാമാണ് നമ്മൾ പറയുന്നത്. ബൈ, ഈ പ്രിപ്പോസിഷന്റെ യൂസ് കൂടി നോക്കാം. ബൈ ഉപയോഗിക്കുന്ന ചില കോമൺ എക്സ്പ്രഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻഡ് ദ ലെറ്റർ ബൈ പോസ്റ്റ്. പോസ്റ്റലായിട്ട് ആ ലെറ്റർ അയക്കണമെന്നാണ് പറയുന്നത്. ലേൺ ദ പോയം ബൈ ഹാർട്ട്. അത് കാണാതെ പഠിക്കണം. ഐ കോണ്ടാക്റ്റഡ് ദം ബൈ ഫോൺ. ഞാൻ അവരെ ഫോൺ വഴി, ടെലിഫോൺ വഴി കോണ്ടാക്ട് ചെയ്തു. ഐ വുഡ് ലൈക്ക് ടു പേ ബൈ ചെക്ക്. ഞാൻ ചെക്ക് ഉപയോഗിച്ച് പേ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ഇൻ ക്യാഷ് എന്നാണ് പറയാ. ഐ വുഡ് ലൈക്ക് ടു പേ ക്യാഷ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു പേ ഇൻ ക്യാഷ് എന്ന് പറയാം. ബൈ ക്യാഷ് എന്നല്ല പറയുന്നത്. ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ചെക്കോ ഡിഡിയോ അല്ലെങ്കിൽ കാർഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാ ബൈ കാർഡ്, ബൈ ചെക്ക് അങ്ങനെയെല്ലാമാണ് പറയാം. അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയാനും നമ്മൾ ബൈ ആണ് ഉപയോഗിക്കുക. ബൈ ബസ്, ബൈ കാർ, ബൈ ട്രെയിൻ, ബൈ പ്ലെയിൻ. ലെറ്റ്സ് ഗോ ബൈ ബസ്. നമുക്ക് ബസ്സിന് പോകാം. ഡിഡ് യു കം ഹിയർ ബൈ കാർ ഓർ ഓൺ ഫുട്ട്. നടന്നു പോകുന്നതിന് നമ്മൾ ബൈ ഫുട്ട് എന്നല്ല പറയുന്നത്, ഓൺ ഫുട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നീ ഇവിടെ കാറിനാണോ വന്നത് അതോ നടന്നാണോ വന്നത് ചോദിക്കാൻ നമ്മൾ എങ്ങനെയാ ചോദിക്കുന്നത്? ഡിഡ് യു കം ഹിയർ ബൈ കാർ ഓർ ഓൺ ഫുട്ട്. ബൈ വിത്ത്, ഈ രണ്ട് പ്രിപ്പോസിഷൻസും പലപ്പോഴും കൺഫ്യൂഷന് കാരണമാവാറുണ്ട്. ബൈ എന്ന് പറയുമ്പോൾ ഏജന്റ്, ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ ബൈ ഉപയോഗിക്കുന്നത്. വിത്ത് എന്ന് പറയുമ്പോൾ ടൂള്, എന്തുപയോഗിച്ചാണോ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുന്നത്. ഹി വാസ് ബിറ്റൺ ബൈ എ സ്നേക്ക്. ഒരു പാമ്പിനാൽ അവൻ കടിക്കപ്പെട്ടു എന്നർത്ഥം. ഇവിടെ ബൈ എ സ്നേക്ക് എന്ന് പറയുന്നതിന് കാരണം പാമ്പാണ് കടിച്ചത്, അതുകൊണ്ടാണ് പാമ്പാണ് ഇവിടുത്തെ ഏജന്റ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈ എ സ്നേക്ക് എന്ന് പറയുന്നത്. ഹി ഈസ് ഫോളോഡ് ബൈ മില്യൻസ് ഓഫ് പീപ്പിൾ ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ അവന് സോഷ്യൽ മീഡിയയിൽ മില്യൻസ്, ദശലക്ഷക്കണക്കിന് ആളുകൾ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹി ഈസ് ഫോളോഡ് ബൈ മില്യൻസ് ഓഫ് പീപ്പിൾ. അവിടെ ഫോളോ ചെയ്യുന്നത് ആളുകളാണ്, അതുകൊണ്ട് നമ്മളിവിടെ എന്താ പറയുന്നത്? ബൈ മില്യൻസ് ഓഫ് പീപ്പിൾ. ദേ ഓപ്പൺ ദ ഡോർ വിത്ത് എ കീ. അവരെ ഒരു കീ കൊണ്ട്, ഒരു താക്കോൽ ഉപയോഗിച്ച് അവർ ആ ഡോർ തുറന്നു ആണ് പറയുന്നത്. ഇവിടെ താക്കോലാണ് ഡോർ തുറക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെ, അതുകൊണ്ട് നമ്മളിവിടെ ബൈ എ കീ എന്നല്ല പറയുന്നത്, വിത്ത് എ കീ എന്നാണ്. പാമ്പിനെ ഒരു വടി കൊണ്ട് തല്ലി എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയാ? തല്ലുക എന്നുള്ളതിന് നമ്മൾ ബീറ്റ് എന്ന് പറയും. ദേ ബീറ്റ് ദ സ്നേക്ക് വിത്ത് എ സ്റ്റിക്ക്. ഒരു വടി കൊണ്ട് എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ വിത്ത് എ സ്റ്റിക്ക് എന്നാണ് ഉപയോഗിക്കുന്നത്, ബൈ എ സ്റ്റിക്ക് എന്നല്ല ഉപയോഗിക്കുന്നത്. ദേ ബീറ്റ് ദ സ്നേക്ക് വിത്ത് എ സ്റ്റിക്ക്. അതുപോലെ തന്നെ ദേ കട്ട് ദ ട്രീ വിത്ത് എൻ ആക്സ്. ഒരു മഴു ഉപയോഗിച്ച് അവർ ആ ട്രീ മുറിച്ചു. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ഉപയോഗിക്കാൻ കാരണം നമ്മളവിടെ ആ പ്രവൃത്തി ചെയ്യാൻ എന്താണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെയാണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുന്നത്. ആ ടൂൾ അതിൻ്റെ കൂടെയാണ് വിത്ത് ഉപയോഗിക്കുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ആളുകൾ പുസ്തകം എഴുതിയതിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു ഓഥറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബൈ എന്നാണ് പറയുക. ഇപ്പോൾ ടോൾസ്റ്റോയുടെ ബുക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോവൽസ് റിട്ടൺ ബൈ ടോൾസ്റ്റോയ് എന്ന് പറയും. നോവൽസ് ബൈ ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞാലും മതി, റിട്ടൺ എന്ന വെർബിന്റെ ആവശ്യം അവിടെ ഇല്ല. ഹാവ് യു റെഡ് എനിത്തിങ് ബൈ ദസ്തയേവ്സ്കി. അപ്പോൾ ഇവിടെ എന്താ അതിനർത്ഥം? ദസ്തയേവ്സ്കി എഴുതിയ എന്തെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നാണ്. ദ ഗേൾ സാറ്റ് ബൈ ഹെർ മദർ. അടുത്തിരിക്കുന്നതിനെ കുറിച്ചും നമുക്ക് ബൈ എന്ന് പറയാം. ഇതേ മീനിങ് തന്നെയാണ് ബിസൈഡ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനും വരുന്നത് കേട്ടോ. ഷീ സാറ്റ് ബിസൈഡ് ഹെർ മദർ എന്ന് പറയുമ്പോഴും ഷീ സാറ്റ് ബൈ ഹെർ മദർ എന്ന് പറയുമ്പോഴും അമ്മയുടെ അടുത്ത് ഇരുന്നു എന്നാണ് അർത്ഥം. ബിസൈഡ്സ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ മീനിങ് വേറെയാണ്, അതിനും പുറമേ എന്നാണ്. ഇൻ അഡീഷൻ എന്നുള്ളതാണ് ബിസൈഡ്സ് എന്നുള്ളതിന്റെ അർത്ഥം. ബിസൈഡ് എന്ന് പറയുമ്പോൾ ബൈ എന്നതിന്റെ മീനിങ് തന്നെ, അടുത്ത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ഒരുവിധം എല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രിപ്പോസിഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ, എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴേ വീഡിയോ ഒരുപാട് ലെങ്തിയാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു, ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.